അപ്പോൾ അതേ രാവിലെ തന്നെ നമ്മുടെ അരച്ച് വെച്ച മാവ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു ഒട്ടപ്പാച്ചിലായതുകൊണ്ട് അടുപ്പത്ത് വെക്കുന്ന വീഡിയോ ഒക്കെ ഒന്നും എടുക്കാനോ ഒത്തിട്ടില്ല കേട്ടോ. ഇവിടെ 3 പേർക്ക് ലഞ്ച് ബോക്സ് കെട്ടേണ്ടതാണേ. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയായിരുന്നേ. അമ്മച്ചി അതിനിടയിൽ ഒരു സാമ്പാറും ഉണ്ടാക്കി. നല്ല അടിപൊളി സാമ്പാറും ഇഡ്ഡലിയൊക്കെ ആയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് യോക്കുട്ടക്ക് ലഞ്ചിന് വെച്ച് കൊടുത്തത് ചോറും സാമ്പാറും തന്നെയാണ് കേട്ടോ. യോക്കുട്ടക്ക് സാമ്പാറും കൂട്ടി ചോറ് കഴിക്കാൻ ഇഷ്ടമാണ്. അവന് വേറെ കറിയൊന്നും പ്രത്യേകിച്ച് വേണമെന്നില്ല കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് അപ്പം പോയിട്ട് ഏരി എന്ന് പറഞ്ഞ മീനാണ് മേടിച്ചിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മീനിൻ്റെ പേര് വെറൈറ്റി പേരൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണോട്ടോ, കമൻറ്റ് ചെയ്യണോട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് അതൊക്കെ ഉപ്പും മഞ്ഞളും പുരട്ടി എല്ലാം വറുക്കാനായിട്ടാണ് പുരട്ടിയത്. രാത്രിത്തേക്കുള്ളത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഉച്ചക്കത്തേക്ക് മാത്രം കുറച്ച് എടുത്ത് വെച്ചേ. രസമായിരുന്നു. പിന്നെ ഒഴിച്ചറിയായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. യോക്കുട്ടനെ വിളിച്ചിട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഉഴുന്നോടെയും പഴംപൊരിയൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നേ. പിന്നെ അതേ വൈകുന്നേരം ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഒരു കാഴ്ച കണ്ടതാണ്. പൂമ്പാറ്റ തേൻ കുടിക്കണത്. ചെറുപ്പത്തിലേ കണ്ട കാഴ്ചയാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത്. അത് കണ്ടപ്പോഴത്തേനും കുറച്ച് നേരം ഞങ്ങളത് നോക്കിയൊക്കെ നിന്നായിരുന്നു കേട്ടോ. ഓരോ പൂവിലും മാറി മാറി ഇങ്ങനെ പറന്നിരുന്ന് തേൻ കുടിക്കണത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ വർത്തമാനവും പറഞ്ഞിട്ട് ഞാനും ചേട്ടനും കൂടെ അങ്ങോട്ട് നടന്നിട്ടാ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ആൾ മുമ്പോട്ട് നടന്നു പോയേ വർത്തമാനവും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു വീടിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും അവിടെ ഒരു വീട്ടിൽ ജാമ്പൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ എനിക്കൊരു 2-3 ജാമ്പൊക്കെ പറിച്ച് തന്നേ. അപ്പോൾ അതുമായിട്ട് വീട്ടിലോട്ട് പോകണേ.